ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലേക്കാണ്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നതുവരെ താൻ പത്രിക പിൻവലിക്കില്ല എന്നാണ് കോൺഗ്രസ് വിമതനായ കൊയ്യം ജനാർദ്ദനൻ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും നിലപാട് മാറ്റില്ലെന്നും അദ്ദേഹം 24നോട് പറയുന്നു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മളിപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമാണ് ഉള്ളത്. ഇപ്പോൾ UDF പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. പിന്നെ എന്തിനാണ് താങ്കൾ മത്സരിക്കുന്നത്? UDF പിന്തുണ കൊടുത്ത് മത്സരിക്കുന്ന കക്ഷി CPM പാർട്ടിയിൽ നിന്നും വന്നിട്ട് 2 ദിവസമായിട്ട്. ഈ 2 ദിവസം കൊണ്ട് എടുത്ത തീരുമാനം, ആ തീരുമാനമാണെങ്കിൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഇവിടെ UDFൻ്റെ നേതാക്കന്മാരുണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ CPM വന്ന് 2 ദിവസം തികയുന്നതിന് മുൻപേ UDF അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു കക്ഷിക്ക് UDF പിന്തുണ കൊടുക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹം വന്നു, അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി, അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. CPM വിട്ട ഒരു കക്ഷി സ്വതന്ത്രനായി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പാർട്ടി ചിഹ്നം കൊടുക്കാൻ പാർട്ടി തയ്യാറാണ്. അദ്ദേഹം കൈ ചിഹ്നത്തിൽ മത്സരിക്കട്ടെ. കൈ ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞത്, അദ്ദേഹം കൈ ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ പിൻവലിക്കാൻ തയ്യാറാണ്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടി അച്ചടക്ക നടപടി ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ആ വിശ്വാസം എനിക്കുണ്ട്. എനിക്കറിയാലോ, 53 കൊല്ലമായി ഞാൻ പണിയെടുക്കുന്ന എനിക്ക് ഒരു സംഘടന ഒരു സെറ്റപ്പിന് വിപരീതമായി ഒരു നിലപാടെടുക്കുമ്പോൾ എന്താണ് പാർട്ടി എടുക്കാൻ പോകുന്നത് ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ല. ജനം വിലയിരുത്തും ഞാൻ എടുത്ത നിലപാടാണ് ശരി. ഏതെങ്കിലും ഒരു കാലത്ത് ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുത്ത് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം പാർട്ടി. അപ്പോൾ ഒന്നുകിൽ TK ഗോവിന്ദൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളതാണ് കൊയ്യം ജനാർദ്ദനൻ്റെ ആവശ്യം. അതുവരെ അദ്ദേഹം പത്രിക പിൻവലിക്കില്ല. നടപടിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. തളിപ്പറമ്പിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.